ഇണക്കിത്തന്ന റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ ഇരുത്തവും സംസാരവും നാം കേൾക്കുന്നതും ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും റബ്ബുൽ ആലമീനായ അല്ലാഹു ഖബൂൽ ചെയ്യുകയും നാളെ ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു സൽക്കർമ്മമായി റബ്ബുൽ ആലമീനായ അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം സൂറത്തു ആലു ഇംറാന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത് പ്രകാരം മുറപ്രകാരം പൂർണ്ണമായും തഖ്വ പാലിച്ചുകൊണ്ട് മുത്തഖുകളായി നിങ്ങൾ ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്നതാണ്. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്തായ അനുഗ്രഹമായ ഇസ്ലാമിനെ നമ്മുടെ ശ്വാസം നിലക്കുന്നതുവരെ, റൂഹ് പിരിയുന്നതുവരെ സംരക്ഷിക്കുക എന്നതാണ്. ഈ ദൗത്യം നിർവഹിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ടാസ്കാണ്. ഇഹലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയെ സംബന്ധിച്ച് മഹാനായ ഇമാം ഔസാഇ റഹിമഹുല്ലാ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. മാ മിൻ അംരിൻ അമറല്ലാഹു തആല ബിഹി ഇല്ലാ ആറള ശൈത്താനു ഫീഹി ബിഖസ്ലതൈൻ ലാ യുബാലി അയ്യുഹുമാ അസ്വാബ